ഇന്ന് കൊച്ചിയിൽ IT വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ തിയോഫിനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. തിയോഫിൻ പറയൂ സെമിനാറിനെ കുറിച്ച്. ഗുഡ് മോർണിംഗ് വിനീഷ. ഇന്ന് IT വകുപ്പിന്റെ സെമിനാർ കൊച്ചിയിൽ നടക്കുകയാണ്. വിഷൻ 2031 ഭാഗമായിട്ടുള്ള സെമിനാറാണ്. റീകോഡ് കേരള 2025 എന്ന പേരിലാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. വിവിധ പാനൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. 6ഓളം പാനൽ ചർച്ചകളാണ് നടക്കുന്നത്. അതിൽ വരുന്ന വിഷയങ്ങൾ ഒന്ന് ഗ്ലോബൽ ഇൻഡസ്ട്രി ട്രെൻഡ്സ് ആൻഡ് കേരള പ്രിപ്പയർഡ്നെസ്, അതായത് ആഗോള വ്യവസായ രീതികൾ, അതിൻ്റെ ട്രെൻഡുകൾ, അതുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ഒരുക്കങ്ങൾ. ബിൽഡിംഗ് ബ്രാൻഡ് കേരള. മറ്റൊന്ന് പവറിംഗ് ദ ഇലക്ട്രോണിക് ചിപ്പ് റവല്യൂഷൻ ഇൻ കേരള. കാരണം നമ്മുടെ ഇതിൽ തന്നെ, അതായത് ഇലക്ട്രോൺ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള ചിപ്പ് ഡെവലപ്മെൻറ്റ്, ഈ ഇൻ്റഗ്രേറ്റഡ് ചിപ്പുകൾ, ആ ചിപ്പുകളുടെ ഡെവലപ്മെൻറ്റ് അതുമായിട്ട് ഉൾപ്പെടുന്ന പുതിയ ചിപ്പുകൾ, പിന്നെ നമുക്കറിയാം പുതിയ ചിപ്പുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയങ്ങൾ, അതിലെ വിദഗ്ധർ ക്ലാസ് എടുക്കുന്ന ഒരു സെമിനാറുണ്ട്. ഒപ്പം സ്കില്ലിംഗ് ഫോർ ദ ഡിജിറ്റൽ ഫ്യൂച്ചർ, ഡിജിറ്റൽ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ ലീപ്പ് ഇൻ IT ഗവേണൻസ്, റീഡിസൈനിങ് ദ ഇന്നൊവേഷൻ ലാൻഡ്സ്കേപ്പ്, ബിൽഡിംഗ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ കേരള. ഇത്തരം വിഷയങ്ങളിലാണ് സെമിനാർ നടക്കുന്നത്. അങ്ങനെ വിവിധ സാങ്കേതിക മേഖലയിലുള്ള വിദഗ്ധർ, കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി വിദഗ്ധർ ഈ സെമിനാറിൽ, ഈ പാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ചടങ്ങ് കൂടി ഇതേ ഉദ്ഘാടന വേദിയിൽ നടക്കുന്നുണ്ട്. എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിൽ ഇൻഫോ പാർക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു വർക്കിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അത് പ്രീമിയം വർക്കിംഗ് സ്പേസ്. അതിൻ്റെ ഉദ്ഘാടനവും ഇവിടെ നിന്ന് ഈ വേദിയിൽ വെച്ച്, ഈ ഇൻഫ്രാ പാർക്കിൽ നടക്കുന്ന, ഇൻഫ്രാ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന വേദിയിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടനം കൂടി മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു മാറ്റം, അതായത് വിവിധ മേഖലകളിൽ, വ്യത്യസ്ത മേഖലകളിൽ നടക്കുന്ന ഇതുവരെയുണ്ടായ മാറ്റങ്ങളും, അത് 2031 ലക്ഷ്യം വെച്ചുള്ള വിഷൻ 2031 എന്ന പേരിൽ തന്നെ ഇതുവരെ നേടിയ നേട്ടങ്ങൾ, ഇനി ഉണ്ടാകാനിരിക്കുന്ന ഏതെല്ലാം രീതിയിലുള്ള പുരോഗതികൾ ഇനി ഇങ്ങനെ വേണം, ഏത് രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് നമ്മുടെ നാട്ടിലുണ്ടാകണം, എന്തെല്ലാം ശാസ്ത്രീയമായി ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ, മറ്റ് മാറ്റങ്ങൾ വരുത്തേണ്ടതുള്ളത്, ഭാവി മുന്നിൽ കണ്ടുവേണ്ടി നടത്തേണ്ട പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഈ വിഷൻ 2031 ഇതിൻ്റെ ഭാഗമായി നടത്തുന്ന എല്ലാ സെമിനാറുകളിലും, വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള സെമിനാറുണ്ട്, വ്യത്യസ്ത മേഖലകളിലുള്ള സെമിനാറുണ്ട്, വിദ്യാഭ്യാസ മേഖലയുണ്ട്, IT മേഖലയുണ്ട്. IT മേഖലയിലെ സെമിനാറാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഒട്ടേറെ സെമിനാറുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള സെമിനാറാണ് ഇന്ന് നടക്കുന്നത്. 10 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് ഉദ്ഘാടന ചടങ്ങിന് ശേഷം തുടർച്ചയായി ഈ 6-7ഓളം സെഷനുകൾ നടക്കും. വിനിഷ, ശരി, താങ്ക് യു. തിയോഫിനാണ് വിഷൻ 2031 ഭാഗമായി IT വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാറിനെ കുറിച്ച്, ഇന്ന് നടക്കാനിരിക്കുന്ന സെമിനാറിനെ കുറിച്ച് വിശദീകരിച്ചത്.